ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ കുറച്ച് എമൗണ്ട്, ഓക്കെ, 1,00,000 രൂപ ബോറോ ചെയ്ത് ബാങ്കിൽ നിന്ന് 10% പലിശ സിമ്പിൾ ഇൻട്രസ്റ്റ് നിരക്കിലാണ് വാങ്ങിക്കുന്നത്. എന്നിട്ട് 5 വർഷമായിട്ട് പൈസ അടയ്ക്കുകയാണ്. ഓക്കെ. ദെൻ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇൻസ്റ്റാൾമെൻറ്റുകൾ എന്ന് പറയുന്നത് 1000 അല്ല 10,000, 20,000, 30,000, 40,000 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ എമൗണ്ട് അല്ല കൊണ്ട് അടയ്ക്കുന്നത്. ഓരോ തവണയും അടയ്ക്കുന്ന എമൗണ്ട് വേറെയാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം എനിക്ക് 1,00,000 രൂപയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ എനിക്ക് തിരിച്ചടക്കേണ്ട എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ പലിശയും കൂടി കൂട്ടിയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും. ഇതിൻ്റെ കൂടെ പലിശയും കൂടി കൂട്ടിയിട്ട് 10% പലിശ. അപ്പോൾ 100 രൂപ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ 110 രൂപയായിട്ട് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ 1.1 ടൈംസ് തിരിച്ചു കൊടുക്കണം. അപ്പോൾ എത്ര വരും? 1.1 ടൈംസ് എന്ന് പറയുമ്പോൾ 11, അതുപോലെ തന്നെ 50 എന്ന് പറഞ്ഞിട്ട് ഇതായിരിക്കും എമൗണ്ട് വരാം. 40. ഓക്കെ, ഇതായിരിക്കും നിങ്ങൾക്ക് എമൗണ്ട് വരാൻ പോകുന്നത്. ഓക്കെ, 1,10,000 രൂപ. ഇനി ഇത് അടയ്ക്കേണ്ടടുത്ത് നമ്മൾ എന്ത് ചെയ്തു? ആദ്യത്തെ മാസം അവസാനം ഈ ഒരു എമൗണ്ട് കൊണ്ട് അടച്ചു, 10,000 അടച്ചു. അപ്പോൾ ഇനി നമുക്ക് അടച്ചു തീർക്കേണ്ടത് വീണ്ടും 1,00,000 മാറി, വീണ്ടും 1,00,000 മാറി. ഇനി സെക്കൻഡ് ഇയർ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഈ 1,00,000 മാത്രം അടച്ചാൽ മതിയോ? ഓരോ തവണയും ഇവിടെ എന്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്? ഓരോ തവണയും ഇവിടെ ഫീ മാറിക്കൊണ്ടിരിക്കുകയാണ്, പ്രിൻസിപ്പൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമുക്ക് 1.1 പലിശയും കൂടി ചേർത്തിട്ട് ഇതിനെ അടയ്ക്കണം. അപ്പോൾ എത്ര വരും? 1,10,000 വീണ്ടും വരും. രണ്ടാമത്തെ തവണ ഞാൻ 20,000 കൊണ്ട് അടച്ചത്. 20,000 കൊണ്ട് അടച്ചത്. അപ്പോൾ ഇനി നമുക്ക് കടമായിട്ടുള്ളത് ബാക്കി 90,000 ആയിരിക്കും അല്ലേ? 90,000 കടമായിട്ടുള്ളത്. ഇനി അടുത്ത മാസം വീണ്ടും പലിശ കണക്കാക്കണം, വീണ്ടും പലിശ കണക്കാക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ 1.1 കൂട്ടിയിട്ട് ഇത്രയും എമൗണ്ട് ആയിരിക്കും നമുക്ക് അടയ്ക്കേണ്ടിയിരുന്നത് അല്ലേ? 1.1 എടുത്തപ്പോൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അപ്പോൾ ഞാൻ 30,000 കൊണ്ട് അടച്ചു. 30,000 കൊണ്ട് അടച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി വരാൻ പോകുന്ന 69,000 അല്ലേ? കറക്റ്റ് അല്ലേ? ഇനിയിപ്പോൾ അടുത്ത വർഷം ഈ എമൗണ്ട് മാത്രമല്ല, പലിശ വരും. എത്ര വരും? 1.1 ടൈംസ് വരും. അപ്പോൾ എത്ര വരും? 69,759 അല്ലേ? 75,000. ഓക്കെ, 69. അപ്പോൾ എന്ത് ചെയ്തു? 40,000 കൊണ്ട് അടച്ചു. 40,000 കൊണ്ട് അടച്ചു. ഇപ്പം 4 വർഷമേ ആകുന്നുള്ളൂ കേട്ടോ. ഇത് മൊത്തത്തിൽ ഇപ്പം 4 വർഷമേ ആകുന്നുള്ളൂ. കാരണം ആദ്യത്തെ വർഷത്തെ അവസാനം, രണ്ടാമത്തെ വർഷത്തെ അവസാനം, മൂന്നാമത്തെ വർഷത്തെ അവസാനം, നാലാമത്തെ വർഷത്തെ അവസാനം, ഇങ്ങനെ പൈസ കൊണ്ട് അടച്ചു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കൊടുക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 35,900 രൂപയാണ് കൊടുക്കാനുള്ളത്. അവസാന വർഷം എത്ര രൂപ നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ ഈ ഡെപ്റ്റ് ക്ലിയർ ആകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവസാനത്തെ വർഷം ഈ 35,900 മാത്രം കൊടുത്താൽ ശരിയാവും? ഇല്ല, ഇതിനും പലിശ കണക്കാക്കണം. എന്ത് ചെയ്യണം? ഇതിനും പലിശ കണക്കാക്കണം അല്ലേ? 359 1.1 അല്ലേ? അപ്പം എത്ര വരും? 39,49,000 എന്ന് പറഞ്ഞ് കിട്ടും. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 1.1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 39,49,000. സോ ഇതായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.